ഹൈദരാബാദിലെ വിജയവാഡയിൽ ഹയാന്തഗർ എന്ന സ്ഥലത്താണ് രാമോജി ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 40 മിനിറ്റോളമുള്ള വീഡിയോ ആണിത്. ഒരു ദിവസം മുഴുവൻ കണ്ട കാഴ്ചകൾ ഏതാണ്ട് 40 മിനിറ്റിൽ ഒതുക്കിയിരിക്കുകയാണ്. വിപുലമായ കാഴ്ചകൾ 40 മിനിറ്റിലേക്ക് ചുരുക്കുക എന്നത് ശ്രമകരമാണ്. എല്ലാ സുഹൃത്തുക്കളും ഇത് മുഴുവൻ കാണുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് വിജയിപ്പിക്കുമെന്ന് കരുതുന്നു. ഈ കാണുന്ന സ്ഥലം വരെ നമ്മുടെ വണ്ടിക്ക് പ്രവേശനമുള്ളൂ. അവിടെ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടുണ്ട്. അവിടെ നമ്മുടെ വണ്ടി ഒതുക്കിയതിന് ശേഷം ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടക്കണം. അവധി ദിവസമാണെങ്കിലും അല്ലെങ്കിലും ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്നു പോകുന്നത്. വലിയ മരങ്ങൾ തണൽ വിരിച്ചിരിക്കുന്നു. നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടക്കാം. ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. രാവിലെ തന്നെ ഞങ്ങൾ എത്തിയിട്ടും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രവേശിക്കണം. ആ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഏകദേശം 2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോകണം. ഇത് ബസ്സിൽ കയറാനുള്ളവരുടെ തിരക്കാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്കുള്ള ബസ് അവിടെ ഉണ്ടാകും. അതിൽ കയറി യാത്ര തുടരാം. ഇവിടുന്ന് യാത്ര ചെയ്ത് നമ്മൾ മറ്റൊരു പോയിന്റിലെത്തും. അവിടെ ഇറങ്ങിയിട്ട് മനോഹരമായ വിൻറ്റേജ് ബസ്സിലാണ് നമ്മളെ സൈറ്റ് സീയിങ്ങിനായി കൊണ്ടുപോകുന്നത്. കൂടെ ഒരു ഗൈഡും ബസ്സിലുണ്ടാവും. അവർ എല്ലാ കാര്യങ്ങളും നമുക്ക് വിവരിച്ചു തരും. വിശാലമായ മനോഹരമായ റോഡാണ്. തെലുങ്ക് വ്യവസായിയായ രാമോജി റാവു ആണ് 1996 രാമോജി ഫിലിം സിറ്റി സ്ഥാപിച്ചത്. ഇത് ഏകദേശം 2000 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം സ്റ്റുഡിയോയായി ഇത് അറിയപ്പെടുന്നു. ചലച്ചിത്ര നിർമ്മാണത്തിന് പുറമെ ജനപ്രിയ വിനോദ കേന്ദ്രമായും ഇത് അറിയപ്പെടുന്നു. രണ്ട് സൈഡിലും തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. അമ്യൂസ്മെൻ്റ് പാർക്ക് കൂടാതെ വിവിധ തരത്തിലുള്ള പാർട്ടികൾ, ബർത്ത്ഡേ ആഘോഷങ്ങൾ, വിരുന്നുകൾ തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ ഹാളുകൾ, ഓപ്പൺ എയർ തിയേറ്ററുകൾ തുടങ്ങിയവ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു.
ഇത്രയും വിസ്താരമുള്ള ഈ സ്ഥലത്ത് നിലവിലുള്ള പർവ്വത പ്രദേശങ്ങളും കാടുകളും പ്രകൃതിക്ക് കോട്ടം വരാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതിനുള്ളിൽ കാടുകൾ, വിദേശത്തും സ്വദേശത്തുമുള്ള വിവിധ തരത്തിലുള്ള പൂന്തോട്ടങ്ങൾ, ഹോട്ടലുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളം, അപ്പാർട്ട്മെൻറ്റ് ബ്ലോക്കുകൾ, മാളികകൾ എന്നിവ ഉൾപ്പെടെ നിരവധി സെറ്റുകളാണ് ഫിലിം സിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം കയറിയ ബസ് ഈ ഭാഗത്ത് വരെയേ വരികയുള്ളൂ. ഇവിടുന്ന് പിന്നെ മനോഹരമായ ഈ കാണുന്ന വിൻറ്റേജ് ബസ്സുകളിലാണ് യാത്ര. ഏകദേശം 1200ഓളം ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നു. പ്രതിവർഷം വിവിധ ഭാഷകളിലായി 400ഓളം സിനിമകൾ ഇവിടെ നിർമ്മിക്കുന്നു. Used for corporate events and award ceremonies. Corporate event और award ceremony के लिए use किया जाता है. Capacity of this garden is 2,500 people at a time. You can see this garden in Rockstar movies or Nadan Farinde song. Dilwale movie church climax scene has been shot inside. Left side top everyone, left side top पे देखिए replica of Humble basis. Look in front, सामने देखिए jug fountain with Roman architecture. This is a detachable fountain. You can see this in Krish movie. Krish movie में देख सकते हैं इस जग को हटा के ऋतिक रोशन का स्टैचू लगाया गया था. This jug was replaced with Hrithik Roshan statue in the movie Krish. God Halla और भगवान song has been shot here. Now we are entering into the North Indian location. Left hand side is बुलंद दरवाजा और फतेहपुर सिकरी. इतना बुलंद है कि 4 लोग खसका देंगे वो गिर जाएगा. On your left hand side NTR sir's garage in the movie Triple R. RRR movie में garage रहते हैं ना, वो ही है. Left side, if painted complete white, it's Taj Mahal. If painted green, it's Masjid. Look in front, left side सामने देखिए, Gateway of India. So Agra to Mumbai, it's walkable distance. शूटिंग कर रहे हैं. शूटिंग हो रही है. Right side, North Shopping Yards. Here still lockdown is going on. अभी तक लॉकडाउन चल ही रही है यहाँ पे, इसलिए दुकानें बंद है. Shown as chawls in movies. Movies में चौल की तरह दिखाया जाता है. You can see this in Dabangg 2, the fighting scene, and Shyam Singh Roy also. You can see this location. Left side in front, 3 flexible house, 1 house with 4 elevation. One side hero, one side heroine, one side comedian, one side villain. First one Attar Inti Darani Sunandra's house. Second Kajal's Bulgaria house from the movie Dilwale. The last one Prabhas house from the movie Rebel. Bodyguard. इंडियन. If you place Gandhi statue, it is Gandhi Nagar. If you place Nehru statue, it is Nehru Nagar. And if you place my statue, it will be my Nagar. जिसका स्टैचू लगाएगा उसका नगर बन जाएगा. पोस्टर तो लिया. Left hand side, Shahrukh sir's garage in the movie Dilwale. Followed by the yellow Mandava house on your left hand side, Chandramukhi, the dance master's house. Nayak movie, Ek Din Ka CM, Rani Mukherjee's house. Look on both the sides, दोनों तरफ देखिए. These are typical South village location. If the director wants to shoot any village scene, they spread the road with red soil. रोड पे लाल मिट्टी बिछाते हैं और गांव की तरह दिखाते हैं. Very beautiful, right? Beautiful only from outside. इस बाहर से सुंदर है.
If you go inside, you'll directly go to the circle under Kushti data. It is used for outer shooting purpose. This location. So during shooting, ideas are engaged with junior artists. याद से मार दूंगा एक अंदर ही गिरे राहुल आई थे ना इसमें जब हम आए थे ना तो Right hand side, Tere Naam, Salman Khan's mental hospital. Left hand side, everyone, left side देखिए दृश्य मूवी, the dead body hiding scene. It has been shot at this location. रोटी निकालनी चाहिए ഇനി നമ്മൾ കാണാൻ പോകുന്നത് CTV തെലുങ്കിന് വേണ്ടി നിർമ്മിച്ച മഹാഭാരതം സീരിയലിൻ്റെ സെറ്റാണ്. അതിബൃഹത്തായ ഈ സെറ്റ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. മഹാഭാരതത്തിലെ ഓരോ രംഗങ്ങളും നമുക്കിവിടെ കാണാം. അതിൻ്റെ മേളിൽ നമുക്ക് കാണാം ഇരുമ്പ് വടത്തേൽ ഓരോ ഭാഗങ്ങൾ തൂക്കിയിട്ടിരിക്കുകയാണ്. ആ പ്രതിമകൾ ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് പൊളിക്കാതെ അവിടെ ചെല്ലുന്നവർക്ക് വേണ്ടി നിലനിർത്തിയിരിക്കുകയാണ്. ആരെയും അതിശയിപ്പിക്കുന്ന ഒരു സെറ്റാണത്. ഈ കാണുന്ന ഒരു മിനി റെയിൽവേ സ്റ്റേഷനാണ്. അത് കൃത്യമായി ഉണ്ടാക്കിയിരിക്കുന്ന ബോഗികൾ നമുക്കവിടെ കാണാം. അതിൻ്റെ ചക്രങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സാധാരണ ടയറാണ് ഇട്ടേക്കുന്നത്. നെയിം ബോർഡെല്ലാം ഫിറ്റ് ചെയ്തേക്കുന്നു. ഓവർ ബ്രിഡ്ജ് എല്ലാം നമുക്കവിടെ കാണാം. എല്ലാം കൃത്യവുമായിട്ടുണ്ടാക്കിയേക്കുക. ഇതൊക്കെ സിനിമയിൽ വന്നു കഴിയുമ്പോൾ ഒറിജിനലായിട്ട് നമുക്ക് തോന്നും. ക്യാൻറ്റീനും ടിക്കറ്റ് കൗണ്ടറും ബുക്ക് സ്റ്റോളും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഇത് വേറെന്തോ പുതിയ സിനിമയ്ക്ക് വേണ്ടി പണിതുകൊണ്ടിരിക്കുകയാണ്.
ഇനിയാണ് ആരെയും അതിശയിപ്പിക്കുന്ന ബാഹുബലിയുടെ സെറ്റ്. അതിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇത് ബാഹുബലിയുടെ കൊട്ടാരത്തിൻ്റെ ഒരു മിനിയേച്ചർ മാതൃകയാണ് ഇവിടെ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. ഈ സെറ്റ് ഏകദേശം 1 ഏക്കറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ആ വലിയ വാതിലിൻ്റെ അടിയിൽ ഒരു ചെറിയ വാതിലുണ്ട്. അതിലൂടെ വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കുവാൻ. അങ്ങനെ നമ്മൾ ബാഹുബലിയുടെ കൊട്ടാരത്തിലെത്തിയിരിക്കുന്നു. ഇവിടെ ഭിത്തിയിൽ ബാഹുബലി സിനിമയിലെ വിവിധ ദൃശ്യങ്ങളുടെ ഫോട്ടോകൾ പതിപ്പിച്ചിട്ടുണ്ട്. വലിയ ആനകളുടെ പ്രതിമകൾ എല്ലാം നമുക്കവിടെ കാണാം. എന്നാൽ ഇതിൻ്റെ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും ഈ സിനിമയിലെ വിവിധ സംഭാഷണങ്ങളും ഗാനങ്ങളും നമുക്ക് അവിടെ കേൾക്കാം. എന്നാൽ കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് അവ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇരുവശത്തുമായി കുതിരകളെ നമുക്കവിടെ കാണാം. മനോഹരമായ ഈ സെറ്റ് കാണാൻ വേണ്ടിയാണ് കൂടുതൽ ആൾക്കാരും തിരക്ക് കൂട്ടുന്നത്. വർഷങ്ങളായിട്ട് ഇന്നും അത് പുതുമ നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നു. പൽവാദേവൻ്റെ രാജകീയ സിംഹാസനമാണ്. അതൊക്കെ അവിടെ പ്രത്യേകം വെച്ചേക്കുകയാണ്. ഈ കാണുന്നതാണ് ബാഹുബലി ഇവിടെ അമ്മ നിരപ്പോടും വെച്ച് വലം വെച്ച് വരുമ്പോൾ ആനയെ വിട്ട് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഈ വലിയ തേര് ബാഹുബലി വലിച്ച് ആനയുടെ മുമ്പിലേക്ക് ഇടുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ അത് വലിയ ക്രെയിൻ വെച്ചാണ് വലിച്ച് അങ്ങോട്ട് മാറ്റിയതെന്നാണ് അവിടുന്ന് അറിയാൻ കഴിഞ്ഞത്.
ഒറിജിനൽ തേരിനെ വെല്ലുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ബാഹുബലിയുടെ ആ സീനിനു വേണ്ടി പോസ് ചെയ്യുന്നു. മനോഹരമായ കോട്ടയും കൊത്തളങ്ങളും എല്ലാവരെയും ആകർഷിക്കുന്നതാണ്. രണ്ടായി പിളർന്ന പൽവാദേവൻ്റെ വെങ്കല പ്രതിമ അവിടെ നമുക്ക് കാണാം. എന്നാൽ ഇത് വെങ്കലമല്ല. ഈ ബസ്സിൻ്റെ അകത്ത് സീലിങ്ങിനും മറ്റും ഉപയോഗിക്കുന്ന PVC പോലുള്ള ഒരു വസ്തു കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. എന്നിട്ട് വെങ്കലത്തിൻ്റെ പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. ഘനം തീരെ കുറവാണ്. ഈ വസ്തു കൊണ്ടാണ് മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ നടത്തിയിരിക്കുന്നത്. മുകളിലേക്ക് കയറുന്നതിനുള്ള പടികൾ നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ പൈപ്പുകൾ വെൽഡ് ചെയ്ത് മുമ്പ് പറഞ്ഞ സാധനം പൊതിഞ്ഞിരിക്കുകയാണ്. ആ നടകൾ കയറുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും. എന്നാൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒറിജിനലാണെന്ന് നമുക്ക് തോന്നും. ആ പടികളും ആ തൂണുകളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇതുപോലുള്ള സാധനം കൊണ്ടാണ്. അതിൽ കൊട്ടിയാൽ ഒരു അകം പൊള്ളയാണെന്ന് നമുക്ക് മനസ്സിലാവും. ശക്തമായ വെയിലാണെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ആൾക്കാർ ഫോട്ടോയും സെൽഫിയും മറ്റും എടുക്കുവാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നു. ഇപ്പോൾ മുതിർന്നവർക്ക് ഏകദേശം 1800 രൂപയാണ് പ്രവേശന ഫീസ്. ഇത് ഭക്ഷണം കൂടാതെയുള്ള തുകയാണ്. എന്നാൽ ഈ തുക അധികമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും എല്ലാം കണ്ടു കഴിയുമ്പോൾ ഒരു നഷ്ടവുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രാവിലെ തന്നെ അവിടെ എത്തണം. രാവിലെ 9 മണിക്ക് സ്റ്റുഡിയോയിൽ പ്രവേശിച്ചാൽ രാത്രി 9 മണി വരെയുള്ള കാഴ്ചകൾ ഉണ്ട്. വൻ വിജയം നേടിയ സിനിമകളുടെ സെറ്റുകൾ പൊളിച്ചു മാറ്റാതെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നു. ഇതൊരു വിദേശ കെട്ടിടത്തിൻ്റെ സെറ്റുകളാണ് ഈ കാണുന്നത്. രണ്ട് സൈഡിലും മനോഹരമായ കെട്ടിടങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അവിടെ ഒരു അഭ്യാസിയുണ്ടോ സൈക്കിളിൽ ആകാശത്തിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതും മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ അപൂർവമായ ഒരു സെറ്റാണ്. വളരെ മനോഹരമാണത്. അവിടെ ഒരു ചെറിയ ഡാൻസ് പോലുള്ള പ്രോഗ്രാമുണ്ട്. നമ്മൾ നടന്ന് വിഷമിച്ച് ചെല്ലുമ്പോൾ ഒരു ആഹ്ലാദത്തിന് വേണ്ടി ഉള്ള ഒരു പരിപാടി നമുക്കവിടെ കാണാം. നല്ല വെയിലായതുകൊണ്ട് എല്ലാവരും ക്ഷീണിച്ച് വരുമ്പോൾ
മനോഹരമായൊരു ഡാൻസും പാട്ടും ഒക്കെ അവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. ഇതുപോലുള്ള പരിപാടികൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലങ്ങളിലുമായും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കൂടെ അവർ നമ്മളെ ക്ഷണിക്കും. നമുക്കും ഡാൻസ് അറിയാമെങ്കിൽ ഡാൻസ് കളിക്കാവുന്നതാണ്. ഓരോരുത്തർ അവിടെ ചെന്ന് കളിക്കുന്നുണ്ട്. ഇതൊരു കുന്നിനുപുറത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാൽ രാമോജി ഫിലിം സിറ്റിയുടെ ദൂരം കാഴ്ചകൾ കാണുവാൻ സാധിക്കും. അങ്ങ് അകലെയായി പരന്നു കിടക്കുന്ന മനോഹരമായ ദൃശ്യം ആരെയും ആകർഷിക്കുന്നതാണ്. ഇതൊരു ജപ്പാനീസ് സ്റ്റൈലിലുള്ള പൂന്തോട്ടമാണ്. ഏതോ ഹിന്ദി സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വളരെ മനോഹരമാണ്. ഇതാണ് വിങ്സ് ബേർഡ് പാർക്ക്. പക്ഷികളെ കാണാനും അവയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുമുള്ള സൗകര്യവും ഇവിടെയുണ്ട്. സൺചീക്ക്, കോനൂർ, ഗോൾഡൻ ഫെസൻറ്റ് തുടങ്ങിയ അപൂർവമായ പക്ഷികളെ നമുക്കിവിടെ കാണാം. ഇത് മനോഹരമായ ഒരു കൃത്രിമ വെള്ളച്ചാട്ടമാണ്. എല്ലാവരും അവിടെ നിന്ന് സെൽഫിയും ഗ്രൂപ്പ് ഫോട്ടോയും ഒക്കെ എടുക്കും. നല്ല രസമാണ്.
ഇത് ബുദ്ധനുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഭൂമിക്കടിയിൽ ഗുഹയ്ക്കകത്തായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന സ്റ്റുഡിയോയിലുള്ള ബഹിരാകാശ യാത്ര. ശരിക്കും നമ്മൾ ബഹിരാകാശത്ത് ചെന്ന ഒരു പ്രതീതി ജനിപ്പിക്കും. വളരെ അതിശയകരമായ ഒരു യാത്രയാണത്. കൂടാതെ വിവിധ തരത്തിലുള്ള സ്റ്റണ്ട് ഷോകളും നൃത്തശില്പങ്ങളും ഇവിടെ നമുക്കായി ഒരുക്കിയിരിക്കുന്നു. ട്രെയിനിൻ്റെ ബോഗി പോലുള്ള വണ്ടിയിൽ നമ്മളെ കയറ്റി ഇരുട്ട് മുറിയിലേക്ക് ഓടിച്ചുകൊണ്ട് പോകും. ഓരോ മുറിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും അവിടുത്തെ ലൈറ്റുകൾ തനിയെ തെളിയുകയും ആ വിസ്മയ കാഴ്ചകൾ നമ്മെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. ആ വണ്ടിയിൽ ഇരുത്തി നമ്മളെ അങ്ങ് ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. മനോഹരമായ ആ കാഴ്ചകളിലേക്ക്
കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നാണിത്. ഇത് കൂടാതെ ആകർഷകങ്ങളായ ജലധാരകൾ, മുഗൾ ഗാർഡൻ, ജപ്പാനീസ് ഗാർഡൻ, ഡ്രീം വാലി സാങ്ച്വറി ഗാർഡൻ, സൺ ഫൗണ്ടൻ, ഏഞ്ചൽ ഫൗണ്ടൻ എന്നിവ ഇവിടുത്തെ പ്രത്യേക ആകർഷണങ്ങളാണ്. ഇതും ഒരു ഹിന്ദി സിനിമയിലെ ഗാന ചിത്രീകരണത്തിനായി ഉണ്ടാക്കിയ കൂറ്റൻ സെറ്റാണ്. ചുരുക്കം പറഞ്ഞാൽ പൈസയുമായിട്ട് ഒരു സിനിമയുടെ ഫൈനൽ പ്രിൻ്റുമായി മടങ്ങൂ എന്നതാണ് ഇവിടുത്തെ രീതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് വിജയിപ്പിക്കുമല്ലോ. നന്ദി.